നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഞാൻ നിഷാദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ചില ഫോൺ കോളുകൾ ഉണ്ടായി, ചില കമൻറ്റുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിഷാദിനെതിരെയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കെതിരെയോ അല്ല ഞാൻ വീഡിയോ ചെയ്തത്. ചില ആൾ പറഞ്ഞു പാർട്ടിക്കെതിരെയുമല്ല, അതിനകത്തുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക. പാർട്ടി എന്നെ പഠിപ്പിച്ചതും അതാണ്. ഇപ്പം നടക്കുന്ന അപജയങ്ങളെ തുറന്നു കാണിക്കുക, അത് ചർച്ച ചെയ്യുക എന്ന് മാത്രമേ. നിഷാദിനെ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ച, എൻ്റെ ഭാര്യ ഇപ്പോൾ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള, എൻ്റെ മകൻ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐ ചെയ്തത് തെറ്റാണ്. ഒരു കാലഘട്ടത്തിൽ ഞാനും സജീവമായിട്ട് നിരവധി നിലയിൽ പ്രവർത്തിച്ച ഒരു മുൻകാല പ്രവർത്തകനെന്നും നിലയിൽ പറഞ്ഞതാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, AKG ജയിലിൽ കടന്നിട്ടുണ്ട്, അങ്ങനെ കുറേ ആൾ ജയിലിൽ കടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. AKG നിഷാദും ജയിലിലും ഒരുപോലെ ആണോ? സമരങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കളക്ടറേറ്റ് മാർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭാഗമായിട്ട് താൽക്കാലിക തടവുകാരനായിട്ട് ജയിൽവാസം അനുഭവിക്കും. അവിടുന്ന് ജാമ്യം നേടി പുറത്തേക്കും വരും. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാനും പറ്റും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് മുമ്പൊക്കെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് പരോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ പരോൾ കിട്ടുമെന്ന് അറിയില്ല. അദ്ദേഹം ജയിലിൽ കിടന്ന് മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായിട്ട് ഇന്നും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അയോഗ്യനുമാക്കിയിട്ടില്ല. ഇപ്പോൾ അതങ്ങനെ അവിടെ കിടക്കുകയാണ്, അവിടെ ഉപതെരഞ്ഞെടുപ്പ് പോലും നടക്കാതെ. അതങ്ങനെ എന്താണ് നിശ്ചലമായി അനിശ്ചിതത്വത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃനിരയിലേക്ക് വരിക എന്ന് ഞാൻ സ്വാമാന്യ യുക്തിയിൽ ചോദിച്ചതാണ്. ജനങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ അഭിപ്രായം, എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റാണോ ഈ ലോകത്ത്? അല്ലാതെ നിഷാദിൻ്റെ എന്നെക്കെതിരെ ഒരുപാട് വ്യക്തിപരമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങളുണ്ട്. അതിനൊന്നും മറുപടി ഒന്നും പറയുന്നില്ല. കാരണം അതൊക്കെ നിങ്ങളോട് ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങൾ. ഇനി അല്ലാതെ എന്ത് പറഞ്ഞാലും അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നാൽ ഞാൻ പറയും. പക്ഷേ നാളെ ഒരു കളക്ടറേറ്റ് മാർച്ച് നടത്തുമ്പോൾ ആ കളക്ടറേറ്റ് മാർച്ചിന് മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരു നേതൃനിരയിൽ നിൽക്കുന്ന ഒരു നിഷാദിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവാഹ വീട്ടിൽ, മരണ വീട്ടിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്തദാന ക്യാമ്പിൽ, അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യത്തിന്, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ അരികിലേക്ക് പൊതുജനം പോകുന്നുണ്ട്. ആ പോകുന്ന ആൾക്ക് ഈ ജയിലിൽ കിടക്കുന്ന വ്യക്തിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അവരെ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തണം എന്ന് എന്താണ് ഇത്ര? ഞാനിതുവരെ, അപ്പം നിനക്കറിയാവോ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്? എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ജയിലിൽ കിടന്ന പ്രതികൾ വില്ലേജ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്, അവരെ അത്തരം സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സമരങ്ങളിൽ പങ്കെടുത്തിട്ട് നാട്ടിൽ നടക്കുന്ന ചില പ്രാദേശിക വിഷയങ്ങളിൽ പങ്കെടുത്ത് അവർ ജാമ്യം കിട്ടി പുറത്തു വരുന്നവർ. അവർ ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടവരല്ല. പക്ഷേ ശിക്ഷിക്കപ്പെട്ട് കാലാകാലം ഇതിൽ കിടക്കുന്ന ഒരാൾക്ക് ഇതുപോലെ സ്ഥാനം കൊടുത്തതായിട്ടുള്ള അറിവ് എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് ഇതുവരെ ഡിവൈഎഫ്ഐയിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ ധീരജ് വധക്കേസിലെ പ്രതിന നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതിന് വാചാലമടിച്ച് നമ്മൾ സംസാരിച്ച ആളല്ലേ. അപ്പം അതേപോലെ ഇത് ഒരു കേസിൽ ജയിലിൽ കിടക്കുന്നു, അയാൾക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പറ്റാതെ ജയിലിൽ കിടക്കുന്ന ഒരാളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ജില്ലാ കമ്മിറ്റിയിലായിക്കോട്ടെ, ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തിക്കോ. ഇത് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം. എന്തിനാണ് ഈ സ്ഥാനങ്ങൾ? അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ, അവർ ഈ നാട്ടിൽ പ്രവർത്തനം നടത്തേണ്ടവരല്ലേ. അപ്പോൾ അവർക്ക് ഈ ജയിലിൽ നിന്ന് എന്ത് പ്രവർത്തനം നടത്താൻ പറ്റും? അതല്ലേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ചില ആളുകൾ ചില കോണിൽ നിന്ന് വധഭീഷണിയൊക്കെ. എനിക്കിതൊന്നും ഒരു ദിവസം എന്തായാലും മരിക്കണം, ഒരു ദിവസം മരണം ഉറപ്പാണ്, അതിനൊന്നും ഒരു ഭയവുമില്ല. പക്ഷെ പറയാനുള്ളത് പറയൂ. ഞാൻ ഈ പാർട്ടിയും ഈ സംഘടന ഡിവൈഎഫ്ഐയിലുള്ള ഒരു പ്രതീക്ഷയും ആശയും ആവേശവും നിലനിൽക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയോടുള്ള എന്താ പറയുക ഇഷ്ടം കൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ അഭിപ്രായം ഇഷ്ടമുള്ളവർ എടുത്തോ, അല്ല അവർ തള്ളിക്കളഞ്ഞോ. ഏതിലാ അഭിപ്രായം പറയാതെ ആളുകളുള്ള? സ്വാഭാവികമല്ലേ അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിഷാദിനെതിരോ അല്ലെങ്കിൽ ഇവിടെ ഡിവൈഎഫ്ഐക്കെതിരോ പാർട്ടിക്കെതിരോ ഒന്നല്ല,
ഇതിനകത്ത് തെറ്റായ കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ നിങ്ങൾ എന്തിന് അസ്വസ്ഥരാകുന്നു? എനിക്ക് അതാ മനസ്സിലാകാത്തത്. അപ്പം അതുകൊണ്ട് ഞാനാ പറഞ്ഞതിൽ ഉറച്ചു വെക്കുന്നു. അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തെറ്റാണ്. പിന്നെ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളാണ് പറഞ്ഞത് എന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് കൊല്ലുന്നു. സാറില്ല, അങ്ങനെ മരിക്കാനാണ് യോഗമെങ്കിൽ ഓക്കെ. പിന്നെ പറഞ്ഞത് ഒരു ടിപ്പർ വരും പോലും. സാറില്ല, ആവും വരട്ടെ. രണ്ടും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വെച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. അത് ഇവിടെ തന്നെ പറയും. എനിക്ക് മറ്റൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പറയും. ഇവിടെ പറയേണ്ടത് ഇവിടെ പറയും.